വയനാട് കൽപ്പറ്റയ്ക്ക് പിന്നാലെ കണിയാമ്പാറ്റയിലും വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. കണിയാമ്പാറ്റ സ്വദേശിയായ 14 വയസ്സുകാരനെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഇന്നലെ ഉച്ചയോടെ വില്ലേജ് ഓഫീസ് റോഡിന് സമീപത്തായിരുന്നു മർദ്ദനം. കമ്പളക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, വയനാട്ടിൽ ഇപ്പോൾ ഏതാനും ദിവസങ്ങളുടെ ഇടവേളയിൽ 2 വിദ്യാർത്ഥികൾക്ക് ക്രൂരമായ മർദ്ദനമേൽക്കുന്നു. നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല, അത്രയ്ക്കും ഭീകരമായ ദൃശ്യമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ഒരു 14-കാരൻ, അതായത് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ്? ടോം, തീർച്ചയായും. കാരണം വിദ്യാർത്ഥികളിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 21-ാം തീയതിയാണ് വയനാട് കൽപ്പറ്റയിലെ 16-കാരനായ ഒരു വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റത്. ഒരുപക്ഷെ ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാകും. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയുമായിരിക്കുകയാണ്. എന്തായാലും അതിലെ കൗമാരക്കാരല്ല, അല്ലെങ്കിൽ ഏതാണ്ട് 20 വയസ്സൊക്കെ ഉള്ള ആളുകളാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ അറിഞ്ഞത്. കാരണം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പാണ് ഇപ്പോൾ നമുക്ക് മറ്റൊന്നു കൂടി അറിയാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ള, അല്ലെങ്കിൽ വയനാട്ടിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ, കൽപ്പറ്റയിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രം മാറിയുള്ള കണിയാമ്പറ്റയിലാണ് ഇന്നലെ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനമേറ്റ ഒരു വാർത്ത നമ്മളെ ഞെട്ടിക്കുന്നത്. ഏതാണ്ട് 14 വയസ്സുകാരനാണ് ഈ മർദ്ദനമേറ്റത്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. കണിയാമ്പറ്റ വില്ലേജ് ഓഫീസ് റോഡിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. മുട്ടിൽ WMS സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കണിയാമ്പറ്റ വെച്ച് ഈ വിദ്യാർത്ഥികൾ വിളിച്ചു വരുത്തി സംഘം ചേർന്ന് മർദ്ദിക്കുകയും മുള്ളുവേലിയിലേക്ക് കിടത്തി ചവിട്ടുകയും തലയ്ക്ക് അടിക്കുകയും ചെയ്തു. തുടർന്ന് പ്രാണരക്ഷാർത്ഥം ഓടി വീട്ടിലെത്തിയ വിദ്യാർത്ഥിയെ കൽപ്പറ്റ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും യൂണിഫോം അടക്കം വലിച്ചു കീറിയെന്നും കഴുത്തിനും നെഞ്ചിനും പരിക്കേറ്റെന്നൊക്കെയാണ് വിദ്യാർത്ഥിയുടെ മാതാവ് നമ്മളോട് പറഞ്ഞത്. അതുപോലെ തന്നെ മുള്ളുവേലിയിൽ കിടത്തി മർദ്ദിച്ചതിനെ തുടർന്ന് പുറംഭാഗം മുഴുവൻ മുറിവുകൾ പറ്റിയിട്ടുണ്ടെന്നും മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ മൊബൈൽ പകർത്തിയെന്നുമൊക്കെയാണ് പോലീസിൽ പരാതി നൽകിയത്. അതുപോലെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുവെന്നും ഇത് പറയുന്നുണ്ട്. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാവാണ് ഇത്തരം കാര്യങ്ങൾ നമ്മോട് പറഞ്ഞത്. എന്തായാലും വിദ്യാർത്ഥികളിൽ ഇത്തരം പ്രവണതകൾ കൂടി വരുന്നതിനാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ നാട്ടുകാരും ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ കൗമാരപ്രായമുള്ള കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കാരണം അത്രയ്ക്കും യാതൊരു മനുഷ്യത്വപരമായിട്ടല്ല. കാരണം നമുക്ക് ആ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ അറിയാം. ഇതും അതുപോലെ തന്നെയാണ് ഇപ്പൊ പറയുന്നത്. അതായത് മുള്ളുവേലിയിൽ മലർത്തി കിടത്തി അടിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് അവരുടെ മനസ്സിലെന്നറിയില്ല. എന്തായാലും പോലീസ് ഇതിന്റെ കൂടുതൽ അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ എന്തായാലും ഈ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. കാരണം ഇനി അത്തരത്തിലൊരു സംഭവം സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേട്ടോ, തീർച്ചയായും ജയരാജ്, നമുക്കറിയാം കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കൂട്ടുകാർ ചെറിയൊരു വാക്ക് തർക്കത്തിന്റെ പേരിൽ സംഘം ചേർന്ന് മർദ്ദിക്കുന്നു. ഒടുവിൽ ആ യുവാവിന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷമാണ് എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ തലമുറയ്ക്ക്, വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നതെന്ന് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് നേരെ ക്രൂരമർദ്ദനമേൽക്കുന്നു. കുറ്റവാളികൾ വർദ്ധിക്കുന്നു. പലരും സ്കൂളുകളിലും അല്ലെങ്കിൽ പൊതുസ്ഥലത്തൊക്കെ വെച്ച് സഹപാഠികളെ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ നിരവധിയായി കേൾക്കുന്നുണ്ട്. ഇവിടെ ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ എങ്ങനെയാണ്? പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ യഥാർത്ഥ കാരണം, ഈ വിദ്യാർത്ഥിയെ ഇങ്ങനെ ക്രൂരമായി സംഘം ചേർന്ന് മർദ്ദിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തോ സംസാരത്തിലുണ്ടായ അഭിപ്രായത്തെ കഴിഞ്ഞ ദിവസം ഇരട്ടപ്പേര് വിളിച്ചതെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനമുണ്ടായത്. ഇതും അത്തരത്തിൽ എന്തോ ചെറിയ നിസ്സാരമായ പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ വരും നിമിഷങ്ങൾ നമ്മൾ അറിയും. അതുപോലെ തന്നെ ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത് കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഒരു തരത്തിലുള്ള ഒരു ലഹരി പോലെ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചെന്നല്ല പറയുന്നത്. കാരണം വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് രസകരമായിട്ട് മറ്റുള്ളവർ വീഡിയോയിൽ പകർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രശ്നം നടക്കുമ്പോഴും ഈ അറസ്റ്റ് നടക്കുമ്പോഴും ഒക്കെ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ആവുന്നത് എന്നുള്ളത് പറയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം തന്നെ ആയിരിക്കാം ഇവരിൽ എന്നൊക്കെ സംശയിക്കുന്നത്. എന്തായാലും
കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രൂര മനോഭാവം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വപര ഇല്ലാത്ത രീതിയിലുള്ള ഒരു മനോഭാവം അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇനിയുള്ള, അതായത് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരം കൽപ്പറ്റയിൽ നടന്ന ഏതാണ്ട് ഒരു 20 വയസ്സുകാരനെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് മുൻപ് ഒരാളെ കൂടി ചോദ്യം ചെയ്യലും അതിനുശേഷം അറസ്റ്റ് ചെയ്തു. പിന്നെ ഇതിൽ മറ്റു കുട്ടികൾ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളായതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും പോലീസ് പറയുണ്ടായി, കാരണം അവരുടെ പ്രായം അനുസരിച്ചിട്ട്. അപ്പോൾ പ്രായത്തിനല്ല ഇതിലുള്ളത് എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ കുട്ടികൾ ഒരു വേറൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ അതിന് കാര്യമായ ഒരു ബോധവൽക്കരണം ഏത് രീതിയിൽ നടത്തണമെന്നുള്ളത് ശരിക്കും സർക്കാർ തന്നെ ഇടപെട്ട് നടത്തേണ്ട ഒരു കാര്യമായിട്ടാണ് പലരും പറയുന്നത്. എന്തായാലും വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. കാരണം ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ മർദ്ദനം ഇങ്ങനെ മർദ്ദിച്ചാൽ ജീവൻ പോകുമെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത രീതിയിലാണ് ആ ഒരു വിഷ്വല് കാണുന്ന ആളുകൾ പറയുന്നത്. പക്ഷേ ഈ വിഷ്വല് ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അത് ബാക്കിയുള്ള കാര്യങ്ങൾ നടപടികൾ എങ്ങനെയാണ് പോലീസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. വ്യക്തമാണ്. ജയരാജ് ബത്തേരിയാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു വിദ്യാർത്ഥിയെ 2 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നു. അതിനുശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു. സംഭവത്തിൽ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെയാണ് വയനാട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടത്. ഒരു വിദ്യാർത്ഥിയെ സംഘം ചേർന്നത് 14-കാരനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന മനോഭാവം. സ്വാഭാവികമായി എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നത്, അവരുടെ ഈ രീതിയിലൊരു ക്രിമിനൽ ചിന്താഗതി എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നത് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.